അവര് ഡോക്ടർ ഉണ്ടോ നോക്കോ. ഡോക്ടർ ഇല്ലേ? ഡോക്ടർ ഷാണേ. നിങ്ങളെ കളി പോലെ തന്നെ ഡോക്ടർക്ക് ക്ഷീണമായിട്ട് പോലുമില്ലേ. ഇനിയിപ്പോൾ അടുത്തേടിക്കും വേറെ ഡോക്ടറിനെ. ഹലോ, ഈ അടുത്തേടിക്കും വേറെ ഡോക്ടറില്ല? വേറെ ഡോക്ടർ എന്തിനാ? ഡോക്ടർ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങളല്ലേ ഡോക്ടർ ക്ഷീണമായിട്ടുള്ളതെന്ന് പറഞ്ഞു. ഡോക്ടർ ഷേണായി എന്നല്ല, ഡോക്ടർ ഷേണായി. ഡോക്ടറിന്റെ പേരാണ് ഷേണായി. ഓ, പേര് ഷേണായി. ഓ, ഡോക്ടർ ഉണ്ട്. ഡോക്ടർ ഒന്ന് കാണണ്ടേ? പേരെന്താ? പേര് ചേച്ചി. വയസ്സ്? വയസ്സ് 36. 36? ആരെ കാണിക്കണ്ടേ? അച്ഛനാ? അച്ഛന്റെ പേര് പറ. അച്ഛൻ്റെ പേരാ കുന്നുമ്മ വേലയിലെ. വയസ്സ് എത്ര? വയസ്സ് 62. ഡോക്ടർ? യെസ്, വരിക്കും. അതൊക്കെ എവിടെ ഇരുന്നുള്ളൂ. പതുക്കെ പതുക്കെ. ഡോക്ടർ ഞാൻ അവിടെ ഇരിക്കട്ടെ. ഓക്കെ ഓക്കെ. എന്ത് പറ്റിയതാന്ന് വെച്ചാൽ അച്ഛൻ 2-3 ദിവസം മുന്നേ സുഖമില്ലായിട്ട് വേറെ ഡോക്ടറെ കാണിച്ചതാണ്. ശരി. അപ്പോൾ പിന്നെ 3 നേരം ഗുളിക എഴുതിനെ. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി. ഓക്കെ. വീട്ടിൽ ഞാനും അച്ഛനും ഒറ്റയ്ക്കേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഉച്ചക്കത്തെയും രാവിലത്തെയും ഗുളിക ഞാൻ ഒപ്പരം കൊടുത്തിട്ട് പോകും. പിന്നെ രാത്രി വന്നിട്ടാകുമ്പോൾ രാത്രിത്തെ ഗുളിക കൊടുക്കും. എന്നാ പിന്നെ 3 ഗുളിക ഒരുമിച്ച് കൊടുത്താൽ പോരേനോ? 3 ഒപ്പരം കൊടുക്കുന്നു അല്ലേ? എവിടെ മണ്ട, അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഗുളികക്കുള്ള ഓരോ കണക്കും കാര്യമുണ്ട്. ഓഹോന്നാ ഗുളികയൊന്നും കണ്ടമാനം ഇങ്ങനെ കൊടുക്കരുത് കേട്ടാ. ഞാനൊന്ന് നോക്കട്ടെ കേട്ടാ. ആരോഗ്യം വളരെ കുറവാണല്ലോ. ഞാനൊന്നും കേൾക്കുന്നില്ലല്ലോ. ഓ സോറി. ഏതായാലും കുറച്ച് ഗുളിക തരാം. വേറെ കുറച്ച് വലിവുണ്ട്, വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. ഓക്കെ. ഏതായാലും 3 ദിവസത്തേക്ക് ഗുളിക എഴുതിയിട്ടുണ്ട്. കഴിച്ചിട്ട് പിന്നീട് കേട്ടോ 3 ദിവസമായിട്ട്. ഓക്കെ. ഹലോ അച്ഛാ, ആ ജീപ്പ് അവിടെ വെച്ചതാ. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. പിന്നെ അന്ന് കൊടുത്തതുപോലെ ഒരുമിച്ച് കൊടുത്തേക്കരുത്, പിന്നെ അച്ഛനെ കിട്ടത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ചീട്ടിട്ടും കാര്യമൊന്നും ഇല്ല.